ഹായ് ഫ്രണ്ട്സ്, വിജയാസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കിച്ചൺ വേസ്റ്റിൽ നിന്നും വളരെ പെർഫെക്റ്റായിട്ട് കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഈ രീതിയിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ പുഴുക്കളോ ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല ഒരു നല്ല സ്മെല്ല് കൂടിയാണിതിന്. കമ്പോസ്റ്റിലുണ്ടാകുന്ന പുഴുക്കൾ ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് പറയുന്ന ഒരുതരം ഈച്ചകളുടെ ലാർവകളാണ്. ഇത് കമ്പോസ്റ്റ് ആക്കാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ശല്യം കാരണമാണ് പലരും കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ മടിക്കുന്നത്. ഞാൻ പലതരത്തിൽ ചെയ്ത് നോക്കി ഒടുവിൽ വിജയിച്ച ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. തൈരും ശർക്കരയും ഒക്കെ ചേർത്ത് കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതൊന്നും അത്ര സക്സസ് ആയിട്ടില്ല. അതിലെല്ലാം പുഴുക്കൾ വന്ന് പിന്നെ കളയുകയാണ് ചെയ്തത്. ഇതുപോലെ കമ്പോസ്റ്റ് ആകാൻ നമുക്ക് വേസ്റ്റിൻ്റെ കൂടെ ഒരു പ്രത്യേക സാധനം കൂടി ചേർത്ത് കൊടുക്കണം. എങ്കിലേ വളരെ എളുപ്പത്തിൽ ഇതുപോലെ കമ്പോസ്റ്റായി കിട്ടുള്ളൂ. 2 വർഷമായിട്ട് ഇതേ രീതിയിലാണ് ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ കണ്ടെയ്നറിലാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. എയർ സർക്കുലേഷന് വേണ്ടി ഈ കണ്ടെയ്നറിൽ ഹോളിട്ട് കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ഞാൻ ഇതിൽ ഹോളിട്ട് കൊടുത്തിട്ടില്ല. അതിന് പകരമായിട്ട് ഞാൻ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ ഹോളിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈച്ച കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ മുട്ടയിടാനും പുഴു ധാരാളം വരാനും ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല കമ്പോസ്റ്റ് ആ ഹോളിൽ കൂടെ പുറത്തേക്ക് ഒഴുകാനും സാധ്യതയുണ്ട്. ഈ കാണുന്നത് ഇതിൻ്റെ ലോക്കാണ്. ഇതിൻ്റെ അടപ്പ് നമുക്ക് ആവശ്യമില്ല. ഇതിലൂറി വരുന്ന വെള്ളം പുറത്തേക്ക് പോകാനായിട്ട് ഇതിൻ്റെ അടിയിലായിട്ടാണ് പൈപ്പ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലൊട്ടും തന്നെ വെള്ളം കെട്ടി നിൽക്കില്ല, മുഴുവനായിട്ടും പുറത്തേക്ക് പോകും. ഈ സൈഡിലായിട്ട് വേണമെങ്കിലും പൈപ്പ് നമുക്ക് കൊടുക്കാം. ഇതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ പൈപ്പ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ഇത് തറയിൽ ഡയറക്റ്റായിട്ട് വെക്കാൻ പറ്റില്ല. സൈഡിൽ കൊടുക്കുകയാണെങ്കിൽ അത് തറയിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ക്യാന് വെക്കാൻ പറ്റും. ഇതിൽ നിന്ന് കമ്പോസ്റ്റ് മാറ്റിയ ശേഷം ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് തന്നെ നമുക്ക് ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഈ പൈപ്പ് ബ്ലോക്ക് ആവാതിരിക്കാൻ വേസ്റ്റ് ഇടുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വല കൊണ്ട് അടച്ചു കൊടുക്കണം. ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. പച്ചച്ചാണകം ഉള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് വേസ്റ്റ് ഇതിലേക്ക് ഇടാം. ഇത് കുറച്ച് ഉണങ്ങിയ പുല്ലാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് പച്ചക്കറിയുടെ വേസ്റ്റ് ഇടാം. ഈ പച്ചക്കറി വേസ്റ്റ് നല്ല അടപ്പുള്ള ഒരു പാത്രത്തിൽ എടുത്ത് വെക്കണം. 3-4 ദിവസം കൂടുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിടാം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചിലകൾ കൂടി ഇടാം. പേപ്പർ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാൽ അതും നമുക്കിതിലേക്ക് ഇടാം. ഇതുപോലുള്ള കാർഡ്ബോർഡ് പേപ്പറുകളും ഗ്രോസറി വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ ബ്രൗൺ കൂടുകളുമൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും കുറച്ച് ഉണങ്ങിയ ഇലകളും കൂടി ഇടുവാണ്. ഇതിലേക്ക് 2-3 പിടി മണ്ണ് കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാം കൂടി ഇതിലേക്ക് കുത്തി നിറയ്ക്കരുത്. ഓരോ പ്രാവശ്യവും മാക്സിമം 5-6 ഇഞ്ച് കനത്തിൽ വേസ്റ്റ് ഇട്ടാൽ മതി. ഉണങ്ങിയതും പച്ചയുമായിട്ടുള്ള വേസ്റ്റുകൾ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ ഉണങ്ങിയ സാധനങ്ങളാണ് ഇടേണ്ടത്. ഇനി ഏറ്റവും മുകളിലായിട്ട് ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. ഏറ്റവും പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കാനുള്ള ഒരു സാധനം ചേർത്ത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇതാണ്. ഇത് നമുക്ക് വെളിയിൽ നിന്നും വാങ്ങേണ്ടതാണ്. ഇതിന് വലിയ വിലയൊന്നുമില്ല. നഴ്സറികളിലും വളങ്ങളും വിത്തുകളും വിൽക്കുന്ന ഷോപ്പുകളിലുമൊക്കെ ഇത് കിട്ടും. കമ്പോസ്റ്റിലിടാനുള്ള ഇനോക്കുലം വേണമെന്ന് പറഞ്ഞാൽ മതി. ഇത് കാണുമ്പോൾ നമ്മൾ ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ മണ്ണിനോടൊപ്പം ചേർക്കുന്ന ചകിരിച്ചോറാണെന്ന് വിചാരിക്കും. എന്നാൽ ഇത് വളരെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കാനുള്ള ഇനോക്കുലമാണ്. ഖരമാലിന്യങ്ങളെ വളരെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കാനുള്ള ധാരാളം മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മാണുക്കൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ചകിരിച്ചോറ് ഇതിൻ്റെ ബേസ് മാത്രമാണ്. അതുകൊണ്ട് പുഴുക്കൾ വളരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഇതിലിടുന്ന വേസ്റ്റിൻ്റെ അളവനുസരിച്ചിട്ട് 1-2 പിടി മുകളിലായിട്ട് വിതറിക്കൊടുക്കണം. ഫ്ലാറ്റിലും ടൗണിലും ഒക്കെ താമസിക്കുന്നവർക്ക് പച്ചച്ചാണകം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് ഈ ഇനോക്കുലം വളരെ ഉപകാരപ്രദമാണ്. ഇനി നമുക്കിതൊരു ചാക്ക് കൊണ്ട് മൂടി ലോക്ക് ചെയ്ത് വെക്കണം. എന്തെങ്കിലും കൊണ്ട് കെട്ടി വെച്ചാലും മതി. ഈ ചാക്ക് കൊണ്ട് മൂടിയിരിക്കുന്നത് കൊണ്ട് ഇതിലേക്ക് നന്നായിട്ട് എയർ കടന്നോളും.
പിന്നെ പ്രത്യേകിച്ച് ഈ കണ്ടെയ്നറിൽ ഹോളിടേണ്ട ആവശ്യമില്ല. ചാക്ക് സിംഗിൾ ലെയറായിട്ട് എടുത്ത് വേണം കവർ ചെയ്യാൻ. ചാക്കിന് പകരമായിട്ട് തുണി ഇട്ടടച്ചാലും മതി. കമ്പോസ്റ്റ് ആകുന്നതനുസരിച്ച് ഇതിലിട്ട വേസ്റ്റ് എല്ലാം താഴേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഇത് നിറയുന്നത് വരെ നമുക്ക് വേസ്റ്റുകൾ ഇട്ട് കൊടുക്കാം. ഓരോ തവണയും ഇതിലേക്ക് വേസ്റ്റ് ഇടുന്നതിന് മുമ്പായിട്ട് ഇതിൽ കിടക്കുന്ന വേസ്റ്റുകൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇടാൻ. ഞാനിതിലിട്ട വേസ്റ്റുകൾ കൂടാതെ ഇതിൽ ചായച്ചണ്ടി, കാപ്പിയുടെ മട്ട, കരിക്കഷ്ണങ്ങൾ, മുട്ടത്തോട്, ചീത്തയായ പരിപ്പ് വർഗ്ഗങ്ങൾ, അങ്ങനെ നമ്മൾ കളയുന്ന എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇടാം. ഇറച്ചിയുടെയും മീനിൻ്റെയും വേസ്റ്റ് ഒഴിച്ച് ബാക്കി എന്ത് സാധനങ്ങളും ഞാനിതിൽ ഇടാറുണ്ട്. ഇത്ര വലിയ ഡ്രം വേണമെന്നില്ല. ഇതുപോലുള്ള പെയിൻറ്റ് ബക്കറ്റുകളിലോ നോർമൽ നമ്മളുടെ വീടുകളിലുള്ള ബക്കറ്റുകളിലോ ഒക്കെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ അടിയിൽ വെക്കുന്ന പാത്രത്തിൽ തന്നെ കമ്പോസ്റ്റ് വീഴത്തക്ക വിധം വേസ്റ്റ് ഇടുന്ന ബക്കറ്റിൻ്റെ അടിയിൽ സെൻറ്ററിലായിട്ട് വേണം ഹോളിടാൻ. ഇതാണ് വേസ്റ്റിൽ നിന്ന് ഒഴുകി വരുന്ന കമ്പോസ്റ്റ്. ഇത് വളരെ സ്ട്രോങ് ആണ്. ഇതിൽ 10 ഇരട്ടി വെള്ളം ചേർത്ത് വേണം ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ. ഇത് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെത്തേഡാണ്. സ്മെല്ലും പുഴുക്കളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ കവർ ചെയ്ത് ബാൽക്കണിയിലോ വർക്ക് ഏരിയയിലോ വെക്കാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.